ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ഫംഗ്ഷനിലെ ഒരു ചെറിയ കോൺസെപ്റ്റ് ആണ് ഈക്വലൻസ് ക്ലാസ്. ഒരുപാട് പേർക്ക് സംശയമുള്ള ഭാഗമാണ് ഈക്വലൻസ് ക്ലാസ്. എന്താണ് ഈക്വലൻസ് ക്ലാസ് എന്നൊക്കെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ 2024 പ്ലസ് ടു മോഡൽ എക്സാമിൽ ഒരുപാട് പേരെ വട്ടം കറക്കിയ ചോദ്യം വന്നതും ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗത്താണ്. സോ കൃത്യമായിട്ട് ഈ കാണുന്ന വീഡിയോയിൽ എന്താണ് ഈക്വലൻസ് ക്ലാസ് എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തായിരിക്കും. നമ്മൾ നേരത്തെ തന്നെ പോകുന്ന മക്കളെ ഈക്വലൻസ് ക്ലാസിന്റെ ഡെഫിനിഷനിലേക്ക്. ചെറിയ കോൺസെപ്റ്റ്, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന കോൺസെപ്റ്റ് പിടിച്ചോളൂ. ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ ഓൺ സെറ്റ് എ. ആദ്യമായിട്ട് എല്ലാവരും ഓർക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്, സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ ഈക്വലൻസ് റിലേഷനിൽ മാത്രമാണ് നമുക്ക് ഈക്വലൻസ് ക്ലാസ് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒന്നുകൂടി പറയുന്നത്, ഞാൻ ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈക്വലൻസ് ക്ലാസ് പറയുവാൻ വേണ്ടി സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഞാൻ. ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു എൻ എക്സ് ഓഫ് സെറ്റ് എ ഇസ് കോൾഡ് ഈക്വലൻസ് ക്ലാസ് ഓഫ് എക്സ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കൺഫ്യൂഷനോ? ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സെറ്റ് ഉണ്ട്, അതായത് സെറ്റ് എ ഉണ്ട്. സെറ്റ് എ, സെറ്റ് എയിലെ ഒരു എലമെന്റ് ഞാൻ എടുത്തു. നമുക്ക് എന്താണ്, ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവില്ല, 1 2 3 4 5 6 അങ്ങനെ ഒരുപാട് പേരുണ്ടോ. 1 2 ഞാൻ തമാശക്ക് 3 4 അങ്ങനെ ഒരു എലമെന്റ് ആണ് എക്സ് എടുത്തു. എക്സ്, ഈ പറയുന്ന എക്സ്, ഇവനെയാണ് നമ്മൾ ഈക്വലൻസ് ക്ലാസ്സിൽ എഴുതുക. അതായത് ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 കാണാൻ പറ്റും, ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 കാണാൻ പറ്റും, ഈക്വലൻസ് ക്ലാസ് ഓഫ് 3 കാണാൻ പറ്റും, 4 കാണാൻ പറ്റും, 5 കാണാൻ പറ്റും. അതായത് സെറ്റ് ചെയ്യുന്നുണ്ട്, ഈ കാണുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനും നമുക്ക് ഈക്വലൻസ് ക്ലാസ് കാണുവാൻ വേണ്ടി സാധിക്കും. ഇല്ല എന്ന് പറയുന്നു, സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് എ. സെറ്റ് എയിലെ ഏതൊരു എലമെന്റ് എടുത്തോ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, എക്സ് ഉണ്ട്, അങ്ങനെ ആരെ വേണമെങ്കിലും എടുത്തോ, ഈ പറയുന്ന എല്ലാവർക്കും നമുക്ക് ഈക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ചോദ്യമുണ്ട്, എന്താണ് ഇവന്റെ ഈക്വലൻസ് ക്ലാസ്? പിടിച്ചോളൂ. എക്സ് എന്ന് പറയുന്ന എലമെന്റ് റിലേറ്റ് ചെയ്യുന്ന എല്ലാ വൈകളും, ഇത്ര മാത്രം. ഈക്വലൻസ് ക്ലാസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേഷനിൽ ഒരുപാട് ഓർഡർ പേസ് എക്സ് കോമ വൈ മക്കളെ. ഈ പറയുന്ന എക്സ് കോമ വൈ റിലേഷനിലെ എലമെന്റ് ആണ്. എക്സിന്റെ ഈക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ വൈകളും, കളക്ഷൻ ഓഫ് ഓൾ വൈസ്. എല്ലാ വൈകളുടെയും കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് ക്ലാസ് ഓഫ് എക്സ്. ഇവിടെ എക്സ് ആണുള്ളത്. സോ ഈക്വലൻസ് ക്ലാസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ വൈസ്. ഇതാണ് ഈക്വലൻസ് ക്ലാസിന്റെ പക്ക ഡെഫിനിഷൻ. അവസാനിച്ചു. ഇത്ര മാത്രമാണ് നമുക്ക് ആവശ്യം. ഞാൻ നിങ്ങൾക്ക് എന്താണ് നേരത്തെ തന്നെ ഒരു എക്സാമ്പിളോട് കാണിച്ചു തരാം. ഈ പറയുന്ന എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്താണ് ഈക്വലൻസ് ക്ലാസ് എന്ന്. ഞാൻ വേറൊരു കാര്യം പറയണമെങ്കിൽ, ഈ പറയുന്ന ഈക്വലൻസ് ക്ലാസ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യലാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പാർട്ടീഷൻ ഒരു വാക്കാണ്, കേട്ടു വെച്ചോ, ഓർത്തോ. എക്സാമ്പിൾ, ഞാൻ സെറ്റ് എഴുതി എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 4. ഞാൻ 4 പേര് എഴുതി, 1 2 3 4 4 പേര്. ഈ പറയുന്ന സെറ്റിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഈക്വലൻസ് റിലേഷൻ ആണ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ കോമ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ഈസ് ഈവൺ. ഞാൻ പറയാലോ, എ പ്ലസ് ബി ഈവൺ എന്ന് പറയുന്നത് അതൊരു ഈക്വലൻസ് റിലേഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ കാണിക്കാം, അത് ഞാൻ നിങ്ങളുടെ ഇട്ടിരിക്കുന്നു. എന്നാൽ തന്നെയും നമുക്കിവിടെ റിലേഷനിലുള്ള എലമെന്റ്സ് എല്ലാവരും എഴുതാം. ആരൊക്കെയാണ് റിലേഷനിലുള്ളത് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. ഹൂ കംസ് ഹിയർ നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്ന മക്കളെ എ ക്രോസ് എ, കാരണം ഓൾവേസ് റിലേഷൻ ആർ ഈ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. സോ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അറിയാവുന്നവർക്ക് വേണമെങ്കിൽ നേരെ എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം വേണമെങ്കിൽ പറയാം 1 3 റിലേഷനിലുണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ എന്നാൽ തന്നെയും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി എക്കാലം പറയാം റിലേഷൻ ഇൻ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അതായത് ഹിയർ റിലേഷൻ ആർ ഇറ്റ് ഈസ് ഫ്രം എ ടു കേട്ടോ, എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ. സോ എന്ന് പറയാൻ പറ്റി റിലേഷൻ ആർ ഇസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഞാൻ എ ക്രോസ് എ കംപ്ലീറ്റ് നിങ്ങൾക്ക് കൊണ്ട് എഴുതി. അതായത് എന്താണ് എ ക്രോസ് എ? 1 1 1 2 1 3 1 4. അങ്ങനെ 1 കഴിഞ്ഞു. പിന്നെ 2 പോയി, 2 1 2 2 2 3 2 4. അങ്ങനെ 2 കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് 3ലേക്ക് വരാണ്. 3 1 3 2 3 3 3 4.
അവസാനം 4ലേക്ക് വന്നു 4 1 4 2 4 3 4 4. ഇങ്ങനെ ഈ കാണുന്ന എലമെന്റ്സ്, ഇവിടെ എഴുതിയിരിക്കുന്ന എലമെന്റ്സ്, ഇതാണ് നമ്മുടെ എ ക്രോസ് എ. ഈ എ ക്രോസ് എക്കകത്ത് ഓർഡർ പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ഇവിടെ ആയിരിക്കാം. അപ്പൊ ഏതൊക്കെ ഓർഡർ പെയേഴ്സ് ആണ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഇവൻ കിട്ടാതെ? ഒന്നാമത്തെ ആളിനെടുത്ത് മക്കളെ 1 1. ഞാനിവിടെ ഇവനെ ആഡ് ചെയ്താൽ ഇവിടെ എന്താണ് 1 1 ഉണ്ട്, ഞാൻ ആഡ് ചെയ്തു എ പ്ലസ് ബി. മക്കളെ എ കോമ ബി എന്താണ്? എ പ്ലസ് ബി ആണ് കേട്ടോ. എ പ്ലസ് ബി 1 1 1 പ്ലസ് 1 2 ആണെന്ന് പറയാം. 2 ഈവൻ ആണോ? അതെ, 2 ഈവൻ ആണ്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റി? 1 1 എന്ന് പറയുന്നത് എൻ്റെ റിലേഷനിലെ എലമെന്റ് ആണ്. സോ ആർ ഈക്വൽ ടു 1 1 എൻ്റെ റിലേഷനിലെ എലമെന്റ് ആണ്. ഇനി കണ്ടപാടെ 1 1ഉം ഞാൻ നോക്കി 2 2ഉം 2 + 2 4 ആണ്. 3 3ഉം 3 + 6 ആണ്. 4 4ഉം 4 + 4 8 ആണ്. എല്ലാവരും ഉണ്ട്. സോ 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. ഞാൻ ഇവൻ ആദ്യം ഒരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇവൻ എന്താണ്? റിഫ്ലക്സീവായി മാറി. എന്റെ സെറ്റ് ഏക്കകത്ത് 1 2 3 4 ഉണ്ട്, 1 1 2 2 3 3 4 4 ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും ആ കാണുന്ന റിലേഷനെ ഒരു റിഫ്ലക്സ് റിലേഷൻ. യെസ്, ഹി ഈസ് റിഫ്ലക്സീവ് റൈറ്റ് നൗ. സിമെട്രിക്കൽ ട്രാൻസിറ്റ് നോക്കാം ബാക്കി കേട്ടോ. ബാക്കി ആരൊക്കെ ഉണ്ട്? ബാക്കി നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കി മക്കളെ, ഇവനെടുത്തു 1 2 1 + 2 3 ആണ്. ഓടാണ്, ഈവൺ അല്ല. അവൻ വേണ്ട. ഇതാ 1 3 1 + 3 4 ആണെന്ന് പറയാം. 4 ഇറ്റ്സ് ആൻ ഈവൺ നമ്പർ. ശരിയാണ്. സോ 1 3 റിലേഷനിലുണ്ട്. അങ്ങനെ 1 3 കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് റോയിലേക്ക് വന്നു. 2 1 പറ്റൂല. എന്തുകൊണ്ട്? 2 + 1 3 ആണ്. 2 3 പറ്റില്ല. 2 + 3 5 ആണ്. 2 4 2 + 4 ഇറ്റ്സ് 6. 2 4 ഉണ്ട്. ഓക്കെ, 2 4. ഇനി വേണമെങ്കിൽ ചിലർക്ക് ഇങ്ങനെ പറയാം കേട്ടോ, 1 3 ഉണ്ട്, ഇവിടെ 3 1 ഉണ്ട്. അപ്പോൾ തന്നെ വേണമെങ്കിൽ ഇവന് മാർക്ക് ചെയ്യാം. എന്താ കാരണം? 3 + 1 അത് 4 ആ. സോ 3 1. ഇനി ഇവിടെ നമുക്ക് എന്തുണ്ട്? 3 2 പറ്റില്ല. 3 4 പറ്റില്ല, കാരണം 3 + 4 7 ആണ്. 4 1 പറ്റില്ല, കാരണം 4 + 1 5 ആണ്. ആൻഡ് 4 2 അത് പറ്റും, ബിക്കോസ് 4 + 2 ഇറ്റ്സ് 6. 2 4 പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി 4 2 കൂടി പോണമായിരുന്നു. പോയി കഴിഞ്ഞു. ഇതാണ് എൻ്റെ ആർ. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇറ്റ് ഈസ് ആൻ ഈക്വലൻസ്. ഇവ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 2 4 ഉണ്ട്, 4 2 ഉണ്ട്. അതായത് എ കോമ ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബി കോമ വേണം. ഏതൊരു എ കോമ ബിക്കും ബി കോമ വേണം. അതാണ് നമ്മുടെ സിമെട്രിക് പറയുന്നത്. 1 3 ഉണ്ടെങ്കിൽ ആര് വേണം? ഇവനെ തിരിച്ചിടുക. 3 1 അവനുണ്ട്. 2 4 ഉണ്ടെങ്കിൽ തിരിച്ചിടാ. 4 2 അവനും ഉണ്ട്. സിമെട്രിക്. ഇനി ട്രാൻസിറ്റ് നമുക്ക് എന്താണ്? ഏതൊരു എ കോമ ബി ബി കോമ സി ഉണ്ടെങ്കിൽ എ കോമ സി ഉണ്ടാവണം. 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 1 1 ഉണ്ട്. നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഏതൊരു എ കോമ ബി ബി കോമ സിക്കും എ കോമ സി ഉണ്ട്. ഇറ്റ്സ് ആൻ ഈക്വലൻസ് റിലേഷൻ എന്ന് വളരെ സുഖം പറയാൻ പറ്റും. ഇനി നമ്മുടെ സെറ്റിൻ്റെ ഇവിടെ സെറ്റ് 1 2 3 4 ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സിനും നമുക്ക് എന്താണ്? ഈക്വലൻസ് ക്ലാസ് എഴുതാൻ പറ്റും. അതായത് ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. ഇതാ ഫസ്റ്റ് എലമെന്റ് ഉണ്ടല്ലേ, ഞാൻ എഴുതി ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. എന്താണ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 1? മക്കളെ, 1ന്റെ ഇമേജുകൾ ദേ ഇവിടെ 1 ഉണ്ട്, 1 ഓക്കെ 1. പിന്നെ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഈ പറയുന്ന 1ന്റെ ഇമേജുകൾ ആരൊക്കെയാ? അതേ 1ഉം 3ഉം. അതാണ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. സോ 1 എന്നുള്ള എലമെന്റിന്റെ ഇമേജുകൾ ആരാണോ അതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്നതാണ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. സോ 1 3. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, വേറെ ഒന്നുമല്ല. ഈക്വലൻസ് ക്ലാസ്സസ് ഡിനോട്ടഡ് ആസ് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ഈക്വലൻസ് ക്ലാസ്സിലുള്ള എലമെന്റ്സിനെ എഴുതുക. ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 ഇങ്ങനെ നമ്മൾ എന്ത് നൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ മുമ്പ് ഇവിടെ സെന്റൻസിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അടുത്ത എലമെന്റ് 2 ആണ്. ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 ഇറ്റ് സെയിം സെറ്റ് ഓഫ് ഓൾ. 2 എന്ന് പറഞ്ഞാൽ 2 കൊടുത്തു. നമ്മളെന്താ ഇതിനകത്ത് എവിടെയൊക്കെയാണ് 2 ഉള്ളത്? ഇവിടെ 2 ഉണ്ട്. പിന്നെ എവിടെയാ? ഇവിടെ 2 ഉണ്ട്. 2 കിട്ടി. എക്സ് കോർഡിനേറ്റ് 2 ആയിട്ട് വരുന്നത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കിയത്. ഇവിടെയും മാത്രമാണ് നമുക്ക് എന്ത് എക്സ് കോർഡിനേറ്റ് 2 ആയിട്ട് വരുന്നത്. അതിന്റെ ഇമേജുകൾ ആരൊക്കെയാ? 2 4. വേറെ എവിടെയും 2 ഇല്ലാട്ടാ. വേറെ എവിടെയും എനിക്ക് എന്താണ് എൻ്റെ എക്സ് കോർഡിനേറ്റ് എനിക്ക് 2 ആയിട്ട് വരുന്നില്ല. സോ എന്ത് കിട്ടി? 2 4. അടുത്ത ഈക്വലൻസ് ക്ലാസ് ഓഫ് 3. ഓടിപ്പോയിട്ട് എക്സ് കോർഡിനേറ്റ് എൻ്റെ 3 വരുന്നത് എവിടെയാണ്? ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ്സ് 1 3 അല്ലെങ്കിൽ 3 1. ആൻഡ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 4. ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
4 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 4 ഉള്ളത്. അതിൻ്റെ ഇമേജുകൾ 4ൻ്റെ ഇമേജ് നമുക്കറിയാം മക്കളെ, അത് 4,2 ആണ് വരുന്നത്. 4ഉം 2ഉം ആണ് വരുന്നത്, അഥവാ 2,4. ഇതാണ് ഓരോന്നിൻ്റെയും ഈക്വലൻസ് ക്ലാസ്. ബേസിക്കലി നമ്മൾ നമ്മുടെ സെറ്റ് ഉണ്ടല്ലോ, സെറ്റിനെ കീറി മുറിച്ച് ഒരുപാട് സബ്സെറ്റുകളാക്കി മാറ്റി. 1, 3 ഒരു സബ്സെറ്റാണ്, 2, 4 ഒരു സബ്സെറ്റാണ്. ഇത് സെയിം ആണ്, ഒന്നും നോക്കണ്ട, ഇത് രണ്ട് സെയിം ആണ്, അവിടെ നോക്കണ്ട. സോ 1, 3, 2, 4 കിട്ടി. അതായത് ഇത് ഞാൻ ബേസ് ചെയ്യുന്നത് പാർട്ടീഷൻ എന്ന് വേണം വിളിക്കാം. ഞാൻ എൻ്റെ മെയിൻ സെറ്റ് ഉണ്ടായിരുന്നു, അതിനെ ഒരുപാട് ചെറിയ ചെറിയ സെറ്റിൻ്റെ രൂപത്തിൽ എഴുതി, സച്ച് ദാറ്റ് ഇവൻ്റെ യൂണിയൻ എന്ത് കിട്ടും, നമുക്ക് ഹോൾ എ കിട്ടും. ഹോൾ എ കിട്ടി. അതാണ് പാർട്ടീഷൻ. സോ ബേസിക്കലി ഇത്ര മാത്രമാണ് ഈക്വലൻസ് ക്ലാസ് വരുന്നത്. ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 ഇറ്റ് ഈസ് 1, 3. 2 എന്താണ് മക്കളെ, അത് 2, 4ഉം. ഈക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്താണ്, അത് 1, 3ഉം. ആൻഡ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 4 എന്താണ്, അത് 2, 4ഉം. സെയിം ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. ഇതൊക്കെ എക്സ്ട്രാ ഉണ്ടോ, ആവശ്യമില്ല. ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് എഴുതാം. ആൻഡ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് ഓഫ് 4. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്ന ആ ഒരു ചോദ്യം കൂടി ചെയ്ത് അവസാനിപ്പിക്കുന്നു ഈ കാണുന്ന വീഡിയോ. ഇതാണ് 2024 മോഡൽ എക്സാമിന് വന്ന ചോദ്യം. പിടിച്ചോളൂ. ഇവനൊരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാം. അത് കാണിക്കുന്ന തൽക്കാലം അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം, ഞാൻ മുമ്പ് എങ്ങനെയാണ് കാണിച്ചതെന്ന് എല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഒരു റിലേഷൻ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണ്. ഇവൻ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണ്. സോ എന്ന് പറയാൻ പറ്റും ഇവൻ ഈക്വലൻസ് റിലേഷൻ ആണ്. ഇനി ഇവൻ്റെ ഈക്വലൻസ് ക്ലാസ് നോക്കണം. ഇവിടെ നമുക്ക് എന്താണ് 3 എലമെന്റ്സ് ഉണ്ട് സെറ്റിനകത്ത്. 1, 2, 3 ഉണ്ട്. സോ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 പറ്റും, 2 പറ്റും, ആൻഡ് 3 പറ്റും. 3ഉം പറ്റും. ഈക്വലൻസ് ക്ലാസ് ഓഫ് 1, അതായത് എക്സ് കോർഡിനേറ്റ്സ് 1 വരുന്ന എല്ലാവരും നോക്കാതെ ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 ആണ്. പിന്നെ എവിടെയാ, ഇവിടെയും എക്സ് കോർഡിനേറ്റ് 1 ആണ്. ഈ പറയുന്ന 2 പേർക്ക് മാത്രമാണ് എക്സ് കോർഡിനേറ്റ് 1 ആയിട്ട് വരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ്സ് നോക്കുക, ആരാ, 1ഉം 3ഉം. അതാണ് മക്കളെ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. ഇനി ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെയാണ് എക്സ് കോർഡിനേറ്റ് 2 വരുന്നത്, ആരുടെയാ, അത് ഇവന്റെ മാത്രമേ ഉള്ളൂ. വേറെ ഒരാളുടെ പോലും എക്സ് കോർഡിനേറ്റ് 2 വരുന്നില്ല. അതിന്റെ കറസ്പോണ്ടിങ്ങിലുള്ള വൈ കോർഡിനേറ്റ് 2 ആണെന്ന് അറിയാം. ആൻഡ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 3 വരുന്ന ആൾക്കാർ അത് ഇവനാണ്, ഇവനും. അതിന്റെ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ്സ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1, 3. ഇതാണെന്ത്, ഈക്വലൻസ് ക്ലാസ് ഓഫ് 3. സോ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 കിട്ടി, ഈക്വലൻസ് ക്ലാസ് ഓഫ് 2 കിട്ടി, ആൻഡ് ഈക്വലൻസ് ക്ലാസ് ഓഫ് 3 കിട്ടി. ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, എക്സാമിന് ഫുൾ മാർക്ക് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ലഭിക്കുമായിരുന്നു. സോ ഈക്വലൻസ് ക്ലാസ് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ഓൾ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം സൈലന്റ് ലേണിംഗ്. എല്ലാവരും ഈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ഈ കാണുന്ന ക്ലാസ്സിന്റെ അഭിപ്രായം എല്ലാം തന്നെ. സോ ബൈ, താങ്ക് യു ഓൾ.